വധൂവരന്മാരെ പ്രിയ വധൂവരന്മാരെ വിവാഹമംഗളാശംസകളുടെ വിടർന്ന പൂക്കളിതാ ഇതാ വധൂവരന്മാരെ പ്രിയ വധൂവരന്മാരെ ഇതുവരെ കണ്ട ദിവാസ്വപ്നങ്ങളിൽ ഇവയിലെ നറുമണമുതിരട്ടെ ഇനി നിങ്ങൾ വീട്ടും നവരത്ന വീണയിൽ ഇവയിലെ നാദം നിറയട്ടെ ഒരു ദിവ്യ സംഗീതമുയരട്ടെ ഉയരട്ടെ ഉയരട്ടെ ധൂം ധൂം താനന 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 ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണിനു കണ്ണാം എൻ കണ്ണനേ ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണിനു കണ്ണാം എൻ കണ്ണനേ. എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, കാരണം ഞങ്ങളുടെ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു വട്ടം കണ്ടു, ഒഫീഷ്യലി തീരുമാനിക്കണ സമയത്ത് ഒരു വട്ടം കണ്ടു, പിന്നെ ഈ 17-ാം തീയതിയാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു വർഷം നേരിട്ട് കാണാത്ത തരത്തിലുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ എന്തായാലും എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ടുണ്ടാവുമല്ലോ. ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്തത് എടപ്പാൾ വെച്ചിട്ടാണ്. അപ്പം ഞാൻ ആ സമയത്ത് ബാംഗ്ലൂർ വർക്ക് ചെയ്യായിരുന്നു. ഞാൻ നന്ദകിഷോർ തിരിച്ചു പോണേൻ്റെ അന്നാണ് ഞങ്ങൾ മീറ്റ് ചെയ്തത്. അപ്പം അന്ന് കാണാൻ വേണ്ടി ഞാൻ ഓഫീസിൽ നിന്ന് ലീവൊക്കെ എടുത്ത് വന്നു, അങ്ങനെ മീറ്റ് ചെയ്തു. പക്ഷെ അന്നൊരു ഭയങ്കര ഫോർമൽ ഇത് ആവാന്ന് ജസ്റ്റ് തീരുമാനിച്ച അങ്ങനെയുള്ളൊരു മീറ്റപ്പ് ആയിരുന്നു. പക്ഷെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. തൂമണി മാടത്ത് ായി പിറന്നാലുണ്ണി രണ്ടേ രണ്ടേ പോ ഈരില്ലമ്പുക്കു വളർന്നാലുണ്ണി മൂന്നേ മൂന്നേ പോ മുലയുണ്ടു പൂതനെ കൊന്നാലുണ്ണി നാലേ നാലേ പോ നാരായണനെന്നു പേരുണ്ണിക്ക് അമ്മുനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഞാൻ അമ്മുൻ്റെ ഏട്ടനാണല്ലോ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ടിപ്പിക്കൽ ബ്രദർ സിസ്റ്റർ ബന്ധം ആണോ അല്ലെങ്കിൽ ആയിരുന്നോ എന്നൊക്കെ ചോദിച്ചാൽ അറിയില്ല, സംശയമാണ്. ഞങ്ങളെപ്പോഴും ഒരു ഫ്രണ്ട്സ് പോലെയാണ്. എന്ന് പറഞ്ഞാൽ
പെട്ടെന്ന് ഇണങ്ങുക, പെട്ടെന്ന് തല്ലുകൂടുക, ഭയങ്കര സ്വാതന്ത്ര്യം എടുത്തിട്ട് എന്തും അങ്ങോട്ടും പെരുമാറുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു നമ്മൾ ഒരു സുഹൃത്തുക്കളുടെ അടുത്ത് ഇടപഴകണ പോലെയാണ് എല്ലാ കാലത്തും അമ്മുവും ഞാനും തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ മാരേജിന്റെ സമയത്ത് ഞാൻ ആദ്യമായിട്ട് തോന്നുന്നു ഈ പ്രൊപ്പോസൽ വരുന്ന സമയത്ത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിന്നത് സൂരജേട്ടന് ഒരു അനീതിയുണ്ട്. പിന്നെ നോക്കുമ്പോഴാണ് ഞങ്ങൾ ഒരേ പ്രായമാണ്, അപ്പോൾ ഒരുപാട് കോമൺ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയ കഥകളും ഭയങ്കര ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അത് എന്നെ ഭയങ്കര കംഫർട്ടബിൾ ആക്കി. ഇങ്ങോട്ട് വരുമ്പോഴും എനിക്ക് തോന്നുന്നു അമ്മുവിൻ്റെ ആ ഫ്രണ്ട്ലി നേച്ചർ എനിക്ക് വളരെയധികം സപ്പോർട്ടീവായിരുന്നു എല്ലാ കാര്യത്തിലും. ഞങ്ങൾ ഒരു ഭയങ്കര ബോണ്ടിങ് അല്ലേ ഞാനും ഏട്ടനും തമ്മിൽ. ഒരു കാലം വരെ ഭയങ്കര അടിയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുക്കൽ മാത്രമായിരുന്നു. പക്ഷേ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഒരു +2 ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും അധികം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളായി ഏട്ടൻ. ഇപ്പം ഏട്ടൻ്റെ വൈഫ് അപർണയും അതുപോലെ തന്നെയാണ്. ഞങ്ങൾ ഏകദേശം സെയിം ഏജാണ്, ഭയങ്കര ഫ്രണ്ട്സിൻ്റെ പോലെയാണ്. ഇനി 3 വരെ ഇങ്ങനെ 3 വരെ അപ്പുറത്തേക്ക്. അപ്പൊ കുറച്ച് വലുതാവോ? വലുതായ കുഴപ്പമില്ല. എന്തായാലും ഈ ഒരു ദിവസത്തെക്കുറിച്ചോ ഈ ഒരു നിമിഷങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ വാക്കുകളില്ല. എങ്ങനെയാണത് വിവരിക്കുക എന്നുള്ളത് അറിയില്ല. വാക്കുകൾ കൊണ്ട് വരച്ചിടാൻ പറ്റാത്ത ഉള്ള ഒരു അനുഭവം ആണ്. നമുക്ക് അമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ഒരു ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് അവർ ലൈഫ് എന്ന് പറയില്ലേ. അമ്മ പോയാൽ അമ്മ നമ്മുടെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പോകണം എന്നുള്ളത് അനിവാര്യമാണ്, ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും അമ്മ നമ്മളിന്ന് വിട്ടു നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ എത്രമാത്രം അനാഥരാകും, അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫ് എത്രമാത്രം ശൂന്യമാവും എന്നുള്ള ഒരു ചിന്തയാണ് എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എൻ്റെയൊക്കെ ഉള്ളിലുള്ളത്. ഞാനത് കഴിഞ്ഞ ദിവസം അത് ഓർത്തപ്പോഴേക്കും എനിക്ക് എൻ്റെ നിയന്ത്രണം വിട്ടു പോലും ചെയ്തു. കന്നിമലരേ പുണ്യം പുലർന്ന പൊന്നുമകളെ മനം കൊതിച്ച നാൾ വന്നിതാ. കന്നിമലരേ പുണ്യം പുലർന്ന പൊന്നുമകളെ മനം കൊതിച്ച നാൾ വന്നിതാ. എല്ലാ കാലത്തും അവർ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ വിവാഹത്തിന് മുമ്പുള്ള കാലം എന്ന് പറഞ്ഞാൽ അവരെ കുറച്ചുകൂടി അധികം നമുക്ക് നമ്മളോടൊപ്പം ചെലവഴിക്കുന്ന ഒരു കാലമാണ്. എന്തായാലും വിവാഹ ജീവിതം അനിവാര്യമാണ്. അപ്പോൾ കൂടുതലൊരു പുതിയൊരു കുടുംബം അവിടെ നിർമ്മിക്കപ്പെടുകയാണ്. അതാണ് പ്രകൃതി തത്വം. என் மேலே வந்த
പറഞ്ഞു മ്യാവൂ ഞാനാ നിങ്ങളെ കാത്തു എന്നോടിഷ്ടം കൂടാൻ ആർക്കാണിഷ്ടം ആർക്കാണിഷ്ടം കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ സീതാ കല്യാണ വൈഭോഗമേ